കൊയ്ത്തുത്സവവും അതുപോലെ തന്നെ ലോഗോ പ്രകാശനവുമാണ് ഇവിടെ നടക്കുന്നത്. രാജേട്ടൻ വിളിക്കുന്നതിന് മുമ്പേ ദാമോനെ തന്നോട്ട് പറഞ്ഞ നമ്മളെ വിളിച്ചു. പിന്നെ രാജേട്ടൻ വിളിച്ചു. ഞാൻ പരമാവധി ഒഴിവാൻ വേണ്ടി നോക്കിയാണ്, വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അല്ല, എന്തായാലും വന്ന് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. രാജേട്ടൻ പറഞ്ഞ വയനാട്ട് മുഴുവൻ മഹോത്സവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ ഞാനിപ്പോൾ 4ാമത്തെ തെയ്യങ്കെട്ട് മഹോത്സവത്തിനടുത്താണ് പങ്കെടുക്കുന്നത്. ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് നോക്കാം. കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സഹോദരിമാരെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം, ആണുങ്ങൾക്ക് മൂർത്തൂടെ ആയിരിക്കും അല്ലേ? മൂല ഇപ്പം എല്ലാവരും കൂടി എന്ന് പറയുന്നതല്ലേ, സഹോദരന്മാരും കൂടും അല്ലേ? എല്ലാവരും കൂടി മൂല. അപ്പോഴാണ് അതൊരു ഉഷാറുണ്ടാവും. എല്ലാവരും ചേർന്ന് അല്ലേ? ഇതിന് വേറെ നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സഹോദരിമാരായിരിക്കും അതിന് കുറച്ചും കൂടെ എക്സ്പേർട്ട് അല്ലേ? ഇപ്പം നമ്മളൊന്നും അല്ല എക്സ്പേർട്ട്. ബീഹാറിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് എക്സ്പേർട്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൃഷിപ്പണി അറിയാതെ പോവുകയാണ്. പുതിയ തലമുറക്ക് കൃഷി അറിയില്ല. ഇപ്പോൾ ഇവിടെ കൃഷി ഓഫീസറുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും തെയ്യങ്കെട്ട് മഹോത്സവത്തിൻ്റെ അല്ലെങ്കിൽ കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി നമുക്ക് ആവശ്യമുള്ള ജൈവ പച്ചക്കറി കൃഷി. ഈ ജൈവ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർമാർ ജൈവം മാത്രം എന്ന് ചിലപ്പോൾ പറയില്ല അല്ലേ? മണി എന്നല്ലേ പേര്? ജൈവമാണെന്ന് പറയും. പക്ഷേ രാസവളവും രാസകീടനാശിനിയും ഒക്കെ ഉപയോഗിക്കും. നമ്മൾ പരമാവധി കുറക്കണം. കാരണം നമ്മുടെ പ്രദേശത്തെ ഒരു 10 വീടെടുത്ത ഒരു വീട്ടിൽ എന്താണ്ട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസറിനെ അകറ്റി നിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ നമ്മൾ പറയും നമുക്ക് ആവശ്യമുള്ളത് എന്നാൽ പിന്നെ ജൈവത്തിൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് വിൽക്കേണ്ടത് അങ്ങനെയാണ് അല്ലേ? ആരെങ്കിലും മരിച്ചോട്ടെ, നമ്മൾ മരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിർബന്ധമായും ജൈവ കൃഷി രീതിയിലേക്ക് മാറാൻ നമുക്ക് ശ്രമിക്കണം. ഉൽപ്പാദനം കൂടുതൽ കിട്ടിയില്ലെങ്കിൽ പോലും മെച്ചപ്പെട്ട ഉൽപ്പന്നം കിട്ടും, നല്ല ഉൽപ്പന്നം കിട്ടും. അതിന് ജൈവ പച്ചക്കറി കൃഷി നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേളോത്ത് എക്കാലത്ത് അവാർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ കൃഷി മാതൃകാപരമാണ്. ഇത് മറ്റ് പ്രദേശങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഇതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ സഹോദരന്മാരും എല്ലാവരും നമുക്ക് ആവശ്യമുള്ള ഇന്ന് നമുക്ക് 5 സെൻറ്റ് സ്ഥലമുള്ളെങ്കിൽ പോലും നമുക്ക് ചട്ടിയിലൊക്കെ കൃഷി ചെയ്യാൻ കൃഷിഭവനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് പരമാവധി സഹായിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായമൊക്കെ ഈ കാർഷിക മേഖലയിൽ ഒട്ടേറെ പദ്ധതികളുണ്ട്. ചട്ടി കൊടുക്കുന്നുണ്ട്, അതിൽ വളമൊക്കെ നിറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കൂടുതൽ സമയം സംസാരിക്കുന്നില്ല. പിന്നെ പറഞ്ഞത് ഇന്നത്തെ കേസ് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എന്നെ വിളിച്ച്, അല്ലെങ്കിൽ എന്നെ വിളിക്കുകയില്ല. ഈ സിനിമ ഹിറ്റായി. ഈ സിനിമ ഹിറ്റായതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നാടൻ ഭാഷയാണ് ആ സിനിമയിൽ നന്നായി ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ കാസർഗോഡ് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്കും ആളുകൾ പരിചയപ്പെടുന്നത്. എവിടെ പോയാലും ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനുശേഷം ഒരു 10-20ഓളം സിനിമയിൽ അഭിനയിച്ചു. പക്ഷെ എന്നാലും ആളുകൾ ഇന്നാത്താൻ കേസ് കൊടുന്നേ പറയുന്നില്ല. മറ്റേ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടവർ വളരെ കുറവായിരിക്കും. ആ ഗുരുവായൂർ അമ്പലം നടയിൽ അതുപോലെ 10-20ഓളം സിനിമ നമ്മുടെ കാഞ്ഞങ്ങാട് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മദനോത്സവമൊക്കെ ഷൂട്ട് ചെയ്തത് രാജൻ കണ്ടിട്ടുണ്ടാവില്ല. രാജൻ്റെ സിനിമയാണ് നേരം. പാർട്ടി നോക്കണം, അമ്പലം നോക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഈ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ലോഗോ പ്രകാശനോട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊയ്ത്തുത്സവം ഔപചാരികമായ ഉദ്ഘാടനം വയലിൽ വെച്ച് നടക്കും. ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഇപ്പോൾ വളരെ പ്രശസ്തി ആർജിച്ച് കടന്നു പോകുന്ന ശ്രീ കുഞ്ഞികൃഷ്ണൻ, മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവങ്ങളും നമ്മുടെ കാർഷിക സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാർച്ച് മാസത്തിൽ നടക്കുന്ന വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിൻ്റെ
അതുപോലെ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മനുഷ്യ വിപണനത്തിന്റെയും മാർക്കറ്റിംഗിന്റെയും മാർഗത്തിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊയ്ത്തുത്സവം നമ്മൾ നടത്തുന്നത്. ലക്ഷ്യത്തോടു കൂടിയാണ് ആ സന്തോഷകരമായ അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ലോഗോ ഔപചാരികമായി പ്രിയപ്പെട്ട കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഈ ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനുള്ള ഈ ആഘോഷം അറിയിക്കുകയാണ്. എല്ലാവരും ആശംസ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും യോഗത്തിൽ ക്ഷണിച്ചു. നമ്മൾ പ്രവേശിക്കുന്നത് ഈ അവസരത്തിൽ സമയപരിമിതി മൂലം ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് വെള്ളം